നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ കോവിഡ് മരണങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഇന്ത്യക്കാരുടെയും മരണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കണക്കുകൾ പ്രകാരമാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ആഴ്ച മാത്രം 4 മലയാളികളുടെ മരണമാണ് കുവൈറ്റിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 3 കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ഇതുകൂടാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാജ്യത്ത് കോവിഡ് മരണസംഖ്യ 1500 കവിഞ്ഞിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് വരെയുള്ള കണക്കുകൾ പ്രകാരം കോവിഡ് കാരണം 1516 പേരാണ് രാജ്യത്ത് മഹാമാരിക്ക് കീഴടങ്ങിയത്. ഫെബ്രുവരി 14-നാണ് കുവൈറ്റിൽ കോവിഡ് മരണം 1000 കവിഞ്ഞത്. മരണസംഖ്യ ആദ്യത്തെ 1000 ആകാൻ 1 വർഷമാണ് എടുത്തതെങ്കിൽ പിന്നീടുള്ള 500 ആകാൻ 2.5 മാസം പോലും വേണ്ടി വന്നില്ല എന്നതാണ് വസ്തുത. ഇതുകൂടാതെ സമീപ ആഴ്ചകളിൽ മരണനിരക്ക് കൂടുതലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച 9, വ്യാഴാഴ്ച 11, ബുധനാഴ്ച 12 പേരുമാണ് അത്യന്തം ഭയാനകമായ കോവിഡിന്റെ പിടിയിലമർന്ന് മരണത്തിന് കീഴടങ്ങിയത്. കോവിഡ് പ്രതിസന്ധി ആരംഭിച്ചതിൽ പിന്നെ മൊത്തത്തിൽ മരണസംഖ്യയിൽ ഗണ്യമായി വർധനയുണ്ടായിട്ടുണ്ട്. 2019 അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം 40% വർധനമുണ്ടായത്. കഴിഞ്ഞ വർഷം കുവൈറ്റ് സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ 11,302 പേരാണ് മരിച്ചത്. ഇവരിൽ 5,380 പേർ വിദേശികളാണ്. ഇവരിൽ 1279 പേർ ഇന്ത്യക്കാരാണ്. ഇതിൽ തന്നെ 334 പേർ കോവിഡ് ബാധിച്ചാണ് മരിച്ചത്. 2019 707 ഇന്ത്യക്കാരാണ് കുവൈറ്റിൽ മരിച്ചിരുന്നതെങ്കിൽ മുൻ വർഷത്തേക്കാൾ 572 പേരാണ് 2020 കൂടുതലായി മരണപ്പെട്ടത്. ഇവരിൽ കോവിഡ് കൂടാതെ കൂടുതൽ മരണകാരണമായത് ഹൃദയാഘാതമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കോവിഡ് സൃഷ്ടിച്ച ഭീതിയും അരക്ഷിതാവസ്ഥയും ഹൃദയാഘാതം വർദ്ധിക്കാൻ കാരണമായെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതുകൂടാതെ കോവിഡ് രോഗികളുടെ ICU പ്രവേശനം രാജ്യത്ത് ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയതായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനദ് വ്യക്തമാക്കിയിരുന്നു. നിലവിൽ 36.8% രാജ്യത്തെ ICU പ്രവേശനത്തിന്റെ ശരാശരി നിരക്കെന്നും അദ്ദേഹം അറിയിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ 3.5% വർധനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഏപ്രിൽ രോഗവ്യാപന തോതിൽ വലിയ വർധനവാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ള 15,000-ലേറെ കോവിഡ് പോസിറ്റീവ് കേസുകളിൽ 60% പ്രവാസികളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപനം നടന്നത് ഹവല്ലി ഗവർണറേറ്റിലും ഏറ്റവും കുറവ് തലസ്ഥാനമായ കുവൈറ്റ് സിറ്റിയിലുമാണ്. രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിക്കാനെത്തുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായതായും അദ്ദേഹം വ്യക്തമാക്കി. കൊറോണ വ്യാപനം ഇന്ത്യ ഉൾപ്പെടെ 20 രാജ്യങ്ങൾക്ക് കുവൈറ്റ് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയാണ്. ഒരു ഭാഗത്ത് വിലക്കും മറുഭാഗത്ത് നിന്ന് ഇത്തരം വാർത്തകളും പ്രവാസികളിൽ ഏറെ ദുരിതമാണ് നൽകുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.